അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ, അതല്ല ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് തെറി അറിയാത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ തെറി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണം, ഇതിൽ ആർക്കെങ്കിലും. അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെയില്ല. എനിക്ക് തെറി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ അല്ലേ. ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചത്, ആ എഗ്രിമെന്റല്ലേ അവർ പുറത്തു വിടേണ്ടത്. ഏതാ ഏതാ അല്ല, അത് എന്താണെന്നറിയോ, ഞാൻ അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല. ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് അവർക്ക് ഗതികേടാണ്, മനസ്സിലായോ? ഞാൻ ഞാനിപ്പോൾ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ്. പൈസയുടെ ഒരു അളവ് 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ടാണത്. അതെനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല. ഞാൻ പറഞ്ഞ അതാണ് എൻ്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ജോസഫ് പൊറിഞ്ചു എന്നുള്ള 2 സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി ഇതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എൻ്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ്. ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. ഏതാ അത് ഓഫ് കോഴ്സ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഊഹിച്ച് നോക്കിയാലോ. ഞാൻ പറയുന്നതല്ല, പൈസയല്ല എൻ്റെ ഒരു വിഷയം. ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്നത് വെച്ചാൽ എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല. പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദയവ് ചെയ്ത് ഇത് മാറരുത്. കാരണം എന്താ വെച്ചാല് ഏതാ ഞാൻ വായിച്ചു. കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല, ഇത് ആ ഭാഷ ഉള്ളതാണ്, ആ കഥയിലുള്ളതാണ് എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ്, ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരുമെന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഇത് യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല, ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് വായിച്ചപ്പോൾ. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നടന്നൊരു കാര്യം, അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്ന് ഏതാ ഉറപ്പായിട്ടും ചെയ്യില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല വിഷയം. എനിക്ക് ഇപ്പം എൻ്റെ സ്വഭാവമല്ലല്ലോ എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബം, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ. അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയത്. അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലിൽ വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പം എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു, നല്ല അസലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു, ഞാൻ അവിടെ അത് പറഞ്ഞതാണ്. പക്ഷെ അത് പൈസ എൻ്റെ സാലറീൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു, തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് പുറത്തു വിടണം. കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത്. ഏതാ ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു പോകും. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത്? ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം, ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരുന്നില്ല. ലിജോൻ്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലി ഇട്ടുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ എനിക്കിതില്ല. പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ. ഞാൻ താങ്ക്ഫുള്ളാണ്. ഞാനിതൊരു
വാഗ്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല അത്. ഇത് വിഷയമായി ഇപ്പം എൻ്റെ മുഖം രക്ഷിക്കണമാണ്. ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തു വിടണം. വീണ്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം. ലിജോ പോലും ഒരു ഘട്ടത്തിലും വിളിച്ചിട്ടില്ല. ഒരാളും വിളിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലിജോ ഡയറക്ടറാണ്. ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെൻ്റ് പുറത്തു വിടണം. ഞാൻ എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ട് അതിൽ. അത് വിടണം. അതാണോ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം. അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അതൊക്കെ ഓക്കെ, എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗസ്റ്റ് റോളായിട്ട്? അങ്ങനെ എങ്ങനെ ഗസ്റ്റ് റോളാവും? ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ച് വരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി അഭിനയിക്കേണ്ട കാര്യം? ഒരു മെയിൻ ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ അങ്ങനെ ഗസ്റ്റ് റോൾ അല്ല, അത് മെയിൻ ക്യാരക്ടറാ. ആ സിനിമയിലെ താങ്കൾ കുറെ സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്, അവരും സമാനമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല, അതിലെന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം, അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തെറി പറഞ്ഞ് ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ കിട്ടിയപ്പോൾ അപ്രീസിയേഷനും കിട്ടി, അതിൻ്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി. ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതിപ്പോഴും പറയുന്നു. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തു വരണം. ഇങ്ങനെയൊക്കെ പോക്കൃത്തരം ഞാൻ ഇത്ര പൈസയ്ക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോൾ മാറ്റി പറയുന്നതാണെങ്കിൽ അത് അതനുസരിച്ചിട്ട് ഇറക്കി വിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എഗ്രിമെൻ്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം. അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇത്രയും സഫർ ചെയ്ത് ഇപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.